بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ദാഇ ഇലാ റിദ്വാനി. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ ഷിട്ടാവായ രാജാതിരാജനായ അർശിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം സദാ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിച്ച് അവൻ്റെ സാമീപ്യം നേടാൻ വേണ്ടി പാടുപെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പകർത്താനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സഊദ് ശുറൈയും ചർച്ചക്കെടുത്ത വിഷയം ഹസദ് എന്നതാണ്. നമുക്കറിയാം, നാം ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ സദസ്യർ ഈ നാട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ഈ നാട്ടിൽ പണ്ടേ അമാലിഖക്കാരുടെ കാലഘട്ടത്തിന് ശേഷം ഇവിടെ കുടിയേറിപ്പാർത്ത വിഭാഗത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ കുടിയേറിപ്പാർത്തവരാണ് ജൂതന്മാർ. അവർ കുടിയേറിപ്പാർക്കാനുള്ള കാരണം തന്നെ ചരിത്രം പറയുന്നത് അവരുടെ മുസ്ലിങ്ങളോടുള്ളതായ അസൂയായിരുന്നു. കാരണം അവർ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചതുപോലെ ഈ മതം സത്യമതമാണെന്ന് അവർക്കറിയാം. ഈ മതത്തിൻ്റെ ദൂതരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നത് അവർക്കറിയാം. ഏതുപോലെ അവരുടെ മക്കളെ അറിയും പോലെ അറിയാമെന്നാണ് ഖുർആൻ പറയുന്നത്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവരുടെ മക്കളെ അറിയും പോലെ അവർക്ക് അത്രയും പരിചയമുണ്ട് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെ എന്തേ അവർക്ക് വിശ്വസിച്ചുകൂടെ? അതാണല്ലോ ബുദ്ധിജീവി ചെയ്യേണ്ടത്. സത്യം എവിടെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരീരത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടുക. മറിച്ച് അവർ പരിശ്രമിച്ചത് നേരെ വിപരീതമാണ്. ഞാൻ ഓതിയ ആയത്തിൽ നിങ്ങൾ കേട്ടതുപോലെ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറ. നിങ്ങൾ ഉൾക്കൊള്ളുന്ന മതം സത്യമാണെന്ന് അവരറിഞ്ഞതോടൊപ്പം അവരുടെ ആഗ്രഹം നിങ്ങളെ അവരെപ്പോലെ ജൂതമതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ഇതര മതത്തിലേക്കോ ഇസ്ലാം അല്ലാത്ത മതത്തിലേക്കോ മടക്കി സത്യനിഷേധികളാക്കി നിങ്ങളെ മാറ്റണം എന്നതാണ്. ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ ഹസദ മിൻ ഇൻദി അൻഫുസിഹിം. അവർ അതിന് കാരണമെന്താണ്? അസൂയാണ്. അവരുടെ ശരീരത്തിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ മാരകമായ ഒരു രോഗത്തിൻ്റെ പേരാണ് അസൂയ എന്നത്. അസൂയ കാരണത്താൽ എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10,000-ങ്ങളായ നബിമാരെ അഹ്ലു കിതാബുകളിൽ നിന്നിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ നേതാവായ അന്ത്യദൂതരെ അറബികളിൽ നിന്നിട്ട് സെലക്ട് ചെയ്തു. എന്താ നമ്മിൽ നിന്നിട്ട് സെലക്ട് ചെയ്തില്ല എന്നതാണ്. ഈ
അന്ത്യദൂതർ അവരിൽ നിന്നിട്ടുണ്ടാവണമെന്ന ആഗ്രഹമായിരുന്നു അവരെ ഈത്തപ്പനത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഖൈബറിലേക്കും അപ്രകാരം മദീനയിലേക്കും അതിൻ്റെ പരിസരത്തിലേക്കും ജൂതന്മാർ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കുടിയേറിപ്പാർക്കാൻ തന്നെ കാരണമെന്ന് ചരിത്രം പറയുന്നു. എന്ത്, ഇവിടെ അവർ താമസിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നിട്ടായിരിക്കുമല്ലോ പിന്നെ അന്ത്യദൂതർ വരിക എന്ന് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ യുദ്ധം പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി, അല്ലെങ്കിൽ വിരോധം പ്രഖ്യാപിച്ചത്, നബിയോടുള്ളതായ അങ്ങേ അറ്റത്തെ ബുഗ്ദും കോപവും ശത്രുതയും പ്രഖ്യാപിച്ചത് എപ്പോൾ? അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യദൂതരായിട്ട് നിയോഗിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്നിട്ടല്ല, അറബികളുടെ കൂട്ടത്തിൽ നിന്നിട്ടാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹസദിൻ്റെ ഒരു മഹാ കോലപ്പെടുത്താൻ പറ്റാത്ത രൂപമാണ് നാം കണ്ടത്. 10,000 മദീനത്തിൽ ജീവിച്ചിട്ട് ഒരു കൈ കൊണ്ടെണ്ണം മാത്രമുള്ളവരെ അവരിൽ നിന്നിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുള്ളൂ. അവരുടെ അസൂയയുടെ കടുപ്പം എവിടേക്കെത്തി? അത്രയും വലിയ, നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഒന്നാമത് അവരുടെ ആദർശത്തെ അടിയറ വെച്ചു, വേണ്ടാന്ന് വെച്ചു അസൂയ കാരണത്താൽ. രണ്ടാമത് അവർ ശത്രുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പുലർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാനും മർദ്ദിക്കാനും ചിലപ്പോൾ വധിക്കാനും വരെ പ്ലാനിടുകയും ചെയ്തു എന്നതൊക്കെയാണ് നാം ചരിത്രത്തിലൂടെ പഠിച്ചത്. ഇത് ഞാൻ പറയല്ല, അല്ലാഹു തന്നെ പറയാണ്, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് അവർക്ക് അറിഞ്ഞ ശേഷമാണ് ഈ കാട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളെന്ത് കാട്ടണ്ട, നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കവേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് നടപ്പാക്കിയാൽ മതി. നിങ്ങൾ അസൂയാലുക്കളാവണ്ട, നിങ്ങൾ അവരെപ്പോലെ ആവണ്ട. നിങ്ങൾ അവരുടെ അസൂയയെ നിങ്ങൾ അസൂയ കൊണ്ടല്ല നേരിടേണ്ടത്. നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ അവർക്ക് മാഫ് ചെയ്യുക, അവരോട് യുക്തിയുക്തം പെരുമാറുക. അവർ നിങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങൾ വതനികളാണ്, ഞങ്ങൾ ഇവിടെ നേഷണലിറ്റിയുള്ളവരാണ്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണമൊക്കെ എന്നൊക്കെ ഒരു വാദമുണ്ടായിരിക്കും. നിങ്ങൾ വരുന്നതിന് മുമ്പ് എത്രയോ ആയിരങ്ങൾക്ക് മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ കുടിയേറി പാർത്തവരാണ് എന്നൊക്കെ വാദിക്കും. അങ്ങനെയാണെങ്കിൽ അവർ അവിടെ താമസിച്ചോട്ടെ. നിങ്ങൾ അവരോട് ഫഅഫു വസ്ഫഹു, ഏതുവരെ? ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിൻ്റെ ഒരു തീരുമാനം അവസാനം അവരെക്കുറിച്ച് തീരുമാനിക്കും. ആ കാലഘട്ടം വരേക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ള ശക്തനാണ്. ഇതിൽ നിന്നിട്ട് നാം പഠിച്ചത് എന്താണ്? ഏറ്റവും വലിയ മാരകമായ രോഗമായിരുന്നു എന്ത്? അസൂയ. ആ അസൂയ കാരണത്താൽ പണ്ട് പിശാച് അവൻ്റെ ആദർശത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചതുപോലെ പിശാചിൽ മാതൃക കൈകൊണ്ടതായ ജൂതന്മാരും അതേ അവരുടെ ആദർശമാകുന്ന തൗഹീദിൽ നിന്നിട്ട് വ്യതിചലിച്ചു. സത്യം മനസ്സിലായ ശേഷം ഇതേ രോഗത്തിലൂടെ, ഏത് രോഗം? അവരുടെ ഉസ്താദായ പിശാചിന് പിടിപെട്ട രോഗം. പിശാച് അങ്ങനെയാണല്ലോ അള്ളാഹുവിനോട് പറഞ്ഞത്, ആദമിനോട് സ്തുതി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സന്ദർഭത്തിൽ അസ്ജുദു ലിമൻ ഖലഖത തീന, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിക്ക് ഞാൻ സുജൂദ് ചെയ്യാനോ റബ്ബേ എന്നാ ചോദിച്ചത്. അസൂയയുടെ വാക്കാണ്. അഹങ്കാരവും അസൂയയും. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ തീയിലും അദ്ദേഹത്തിനെ നീ മണ്ണിലും സൃഷ്ടിച്ചിട്ട് പിന്നെ എന്നോട് ആ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാനാണോ പറയുന്നത് എന്ന് ചോദിച്ച അതേ പിശാചിൻ്റെ സ്വഭാവമാണ്. സത്യം ഏത് അസത്യം ഏത് എന്നൊക്കെ മനസ്സിലാക്കിയതോടൊപ്പം സത്യത്തിന് വരെ അടിയറ വെക്കുന്നു അസൂയക്ക് വേണ്ടി. അതുപോലെയാണ് അവൻ്റെ തിൽമീസമാരായ, അവൻ്റെ സ്റ്റഡി കിട്ടിയവരായ ജൂതന്മാർ മദീനയിലും ഖൈബറിലും അതിൻ്റെ പരിസരത്തിലും കാട്ടിയത് റസൂലുള്ളാഹിയോട് പെരുമാറിയതായ പെരുമാറ്റത്തിൽ എന്ന് നാം പഠിച്ചു. ഇതിന് നമ്മുടെ ഖുർആനിൽ ദൂരം പോകേണ്ടതില്ല. യൂസുഫ് നബിയുടെ ഖിസ്സ അറിയാത്തവർ നിങ്ങളിൽ ആരുമില്ലല്ലോ. യൂസുഫ് നബിയുടെ ഖിസ്സ പഠിപ്പിക്കുന്നത് എന്താണ്? അത് സുബ്ഹാനല്ലാഹ്, ഭൂമിയിലൊരു ഉള്ളതായ ഒരു നിഅമത്ത്, ആ നിഅമത്തിൻ്റെ മുമ്പിൽ അസൂയ വെക്കുകയല്ല. അസൂയ നമുക്കൊക്കെ ഉണ്ടാവില്ല. എപ്പോഴാണ്? ഒരാൾ നാട്ടിൽ നിന്നിട്ട് വന്നു, അയാൾ ഇവിടെ നല്ലൊരു ലോഡ്ജോ അല്ലെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ബക്കാലയോ സൂപ്പർ മാർക്കറ്റോ തുടങ്ങി, ഞാനും അങ്ങനെ തന്നെ കാശൊക്കെ കൊണ്ട് വന്ന ആളാണ്, എനിക്കും വിസയുണ്ട്, ഞാനും അങ്ങനെ തന്നെ ബിസിനസ് തുടങ്ങി. പക്ഷേ അദ്ദേഹം ഏതാനും കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോടീശ്വരനായി മാറി, എനിക്കത് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തോട് അസൂയ വെക്കുന്നു. എന്താ അദ്ദേഹത്തിന് അത്ര കാശ്, എന്തുകൊണ്ടുള്ള കാശ് തന്നില്ല? അവന് കിട്ടിയ വിസ അല്ലേ എനിക്ക് കിട്ടിയ വിസ, അവൻ അധ്വാനിച്ചത് പോലെയല്ലേ ഞാനും അധ്വാനിച്ചത് എന്ന രൂപത്തിൽ അവനിലുള്ളത് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടണമെന്ന് പുതിവെക്കലാണ് ഈ വിരോധിക്കപ്പെട്ട അസൂയ. മനസ്സിലായില്ലേ? അല്ലാതെ അവരുള്ളത് നഷ്ടപ്പെടാതെ രൂപത്തിൽ കിട്ടണമെന്ന് പുതിവെക്കൽ അസൂയല്ല. അത് വരാൻ പോകുന്നത് പോലെ അതിൻ്റെ പേര് വേറെയാണ്. അറബി ഭാഷയിൽ ഹിബ്ത എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അതെ, അപ്പോൾ
യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ ഉള്ള മഹ്സൂസായ കാര്യങ്ങളിലല്ല അസൂയ ഉണ്ടായത്. ഒരു വാർത്ത അവർക്ക് കിട്ടി. ആ വാർത്ത എന്താണ്? യൂസുഫ് വാപ്പയോട് പറഞ്ഞു പോലും, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഞാൻ 12 കൗകബ് നക്ഷത്രങ്ങളെയും ഒരു സൂര്യനെയും ചന്ദ്രനെയും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് കുട്ടി യൂസുഫ് വാപ്പയോട് പറഞ്ഞ വാർത്ത, ചോർന്നു വാർത്ത മറ്റു സഹോദരന്മാരിലേക്ക് എത്തി. ആ സഹോദരന്മാർ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്മാരല്ല, വാപ്പ ഒത്ത സഹോദരന്മാർ മാത്രമാണ്. ഉമ്മയും വാപ്പയും ഒത്തതായ വേറൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസ്രായേലി ഭാഷ ബുനിയാമീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ ഈ വാർത്ത കേട്ടത് എന്തിലൂടെയാണ്? കിനാവിൽ കൂടി കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹ്സൂസായ ഒരു സാധനം അവിടെ ഇല്ല. മഹ്സൂസായ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ദൃഷ്ടിയിൽ പെടുന്ന ഒരു സാധനം അവിടെ ഇല്ല. കിനാവിൽ കണ്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഓ അങ്ങനെയോ, അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ വരാ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എന്നല്ലേ എന്ന് അവരുടെ ഊഹാപോഹമാണ്. ആ ഊഹാപോഹം കാരണത്താൽ എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ പ്ലാനിട്ടു. എത്രത്തോളം ഖുർആനിൽ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ പദം തന്നെ അവർ ഉപയോഗിക്കുകയാണ്. അഹ് എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ സഹോദരൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. യൂസുഫ് 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 എന്നാണ് അവർ പറയുന്നത്. സഹോദരൻ എന്നത് അംഗീകരിക്കാൻ തന്നെ അവർക്ക് അസൂയ കാരണത്താൽ വെറുപ്പായിരുന്നു. ഇത് ജൂതന്മാരുടെ സംഭവം കേട്ട ശേഷം നമുക്ക് പരിചയമുള്ള, ഇനിയിപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ മക്കയിലേക്ക് ചെല്ലാം. മക്കയിൽ ഇസ്ലാം മതം വിശ്വസിച്ചവരാര്, വിശ്വസിക്കാത്തവരാര്? അള്ളാഹുവിൻ്റെ റസൂല് ഇസ്ലാം മതം, ഈ വിശുദ്ധ പ്രസ്ഥാനം, ഈ വിശുദ്ധ ആദർശം, ഈ വിശുദ്ധ തൗഹീദ്, ഈ വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ അത് അംഗീകരിച്ചവരാരായിരുന്നു? ദുഅഫാഉൻ നാസ്, ശേഷികെട്ടവർ, കഴിവില്ലാത്തവർ, കൊള്ളുന്നവർ എന്ന പേരിൽ അറിയപ്പെടുന്ന കങ്കേമന്മാരവിടെ അവർ അസൂയ കാരണത്താൽ വേണ്ടാന്ന് വെച്ചു. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, റബീഅത്ത് പോലത്തതായ പേരെടുത്ത ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ ഈ കങ്കേമന്മാരായ കഴിവുകൽപ്പുള്ള പ്രാപ്തിയുള്ള ഞങ്ങളൊക്കെ ഇരിക്കവേ എൻ്റെ മുഹമ്മദിനെ സെലക്ട് ചെയ്യാൻ അസൂയാണ്. അപ്പോൾ അവിടെയും സംഭവിച്ചത് അസൂയ തന്നെയാണ്. മക്കയിൽ ഈ ഇസ്ലാമിൻ്റെ പ്രാരംഭത്തിൽ അപ്പോൾ ഏറ്റവും വലിയ ദബ്ബയിലേക്കും ദാ ഉൽ ഉവമി ഖബലക്കും എന്ന ഒരു ശൈലി ഹദീസിൽ കാണുന്നു. ആ അർത്ഥം വേറെ സഹീഹ് ഹദീസിൽ വന്നിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളിൽ സംഭവിച്ചതായ മാരകമായ രോഗം നിങ്ങളെയും പിടിപെടാൻ പോകുന്നുണ്ട് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് ഉത്ഭവിച്ചു വരുന്നതായ ഒരു എഹ്സാസാണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ. അത് എന്താണെന്ന് കോലപ്പെടുത്താൻ പറ്റൂല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ല. അസൂയ ഹൃദയത്തിൻ്റെ അകത്ത് നീരുന്ന ഒരു സാധനമാണ്. എങ്ങനെ നീര? അസൂയ കൊണ്ട് തന്നെ നീര, ഹൃദയത്തിൽ നീര. എന്താ അവൻ അത്ര വലിയ പേരുള്ള വ്യക്തിയായി മാറി, അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ആളായി മാറി? എന്ത് നന്മ കിട്ടി ആ നന്മ അവനിൽ നഷ്ടപ്പെട്ട് പോകണം എന്ന പൂതി. ചിലപ്പോൾ ഇവന് കിട്ടണമെന്ന് പൂതിയില്ലെങ്കിലും തിരക്കേടില്ല. ഇവന് സ്വന്തം കിട്ടണമെന്ന് പൂതി ഉണ്ടാവില്ല, പക്ഷെ അവന് കിട്ടാതിരിക്കണം എന്ന് പൂതിയായിരിക്കും. അതാണ് വിരോധിക്കപ്പെട്ട അസൂയ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നിട്ട് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബഅദക്കും അലാ ബഅദ്, നിങ്ങൾ നിന്നിട്ട് ചിലരേക്കാൾ ഫദ്ല് നൽകിയ സമ്പത്തിലൂടെ അല്ലെങ്കിൽ ഇൽമിലൂടെ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളിലൂടെ ഒരാളെ മറ്റാളെക്കാളും അള്ളാഹു ആദരിക്കാറുണ്ട് അല്ലെങ്കിൽ പരീക്ഷിക്കാറുണ്ട്. അത് നിങ്ങൾ പൂതി വെക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് അള്ളാഹിനോട് ചോദിക്കാം, റബ്ബേ അദ്ദേഹത്തിന് കൊടുത്തതുപോലെയുള്ള സമ്പത്ത് എനിക്ക് തരണം, അദ്ദേഹം ചെലവഴിക്കും പോലെ ഞാൻ ചെലവഴിക്കാം എന്ന് ആവശ്യപ്പെടാം. അദ്ദേഹത്തിന് നൽകപ്പെട്ടതുപോലെയുള്ളതായ വിജ്ഞാനം എനിക്ക് നൽകണം, അദ്ദേഹം ദഅവത്ത് നടത്തും പോലെ ഞാനും ദഅവത്ത് നടത്താം എന്ന് ആഗ്രഹിക്കാം. അത് വിരോധമുള്ള കാര്യമല്ല. അതേസമയത്ത് ഒരാളിൽ നന്മ കാണുമ്പോൾ അതിൽ നമുക്ക് അസൂയ വരിക, അത് മാറിക്കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടാവുക, പിന്നെ മാനസിക രോഗിയായിട്ട് മാറുക. ഈ അസൂയ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, അത് മാനസിക രോഗമാണ്. അത് പിടിപെട്ടാൽ പിന്നെ മൂപ്പരുടെ ഡ്യൂട്ടി തന്നെ അയാളെക്കുറിച്ച് ചിന്തിക്കുക, ഇയാളെക്കുറിച്ച് ചിന്തിക്കുക. അയാളെന്ത് കാട്ടി, അയാൾ എവിടേക്ക് പോയി, അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഡ്യൂട്ടി എന്താണ്, അയാൾ എങ്ങനെ സമ്പാദിച്ചു, അയാൾ സമ്പാദിച്ച ശൈലി എന്താണ്, അയാൾക്കത് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗം കൈക്കൊള്ളാൻ പറ്റും, അതെങ്ങനെ കൈക്കൊള്ളണം. ഇങ്ങനെ പ്ലാനറ്റ് ജീവിതമാസകലം ഉരുകി മഴുകുതിരി മാതിരി കത്തിക്കരിഞ്ഞ് തീരലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കാം ഹസദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയോട് തുല്യപ്പെടുത്താൻ കാരണം. യഅ്കുലുൽ ഹസനാത്ത്
കമാ തഅകുലു നാറുൽ ഹതബ്. നാറ് തീ ഹതബിനെ വിറകിനെ കരിക്കും പോലെ എന്ത് ചെയ്യും? കരിക്കും. വിറക് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടായിരിക്കും പിന്നെ കരിയിൽ തീ ഉണ്ടായിരിക്കും. ആ തീ പിന്നെ നരകം പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് എൻ്റെ ബാദിനെ തിന്നുന്നുണ്ട്, എൻ്റെ ബാദിനെ തിന്നുന്നുണ്ട് എന്ന ഹദീസിലുണ്ടല്ലോ. എന്നെ തിന്നാണെന്ന്. കാരണം തീയിന് ഒരു സാധനം തിന്നാൻ വേണം. തിന്നാനുള്ള സാധനം മുമ്പുള്ളത് കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തം തന്നെ കരിക്കലാണ്. മനസ്സിലായില്ലേ? ഈ സ്വന്തം തന്നെ കരിക്കുന്ന സ്വഭാവമാണ് ആരുടേത്? മറ്റാൾ ഉയർന്ന കാണാൻ പറ്റൂല, മറ്റാൾ പുരോഗതി പ്രാപിപ്പിക്കുന്ന കാണാൻ പറ്റൂല, മറ്റാൾ സമ്പാദിക്കുന്ന കാണാൻ പറ്റൂല. ഇങ്ങനെയുള്ള രോഗം പിടിപെട്ടതായ ആളുടെ സ്വഭാവം എന്നതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയത്. അപ്പോൾ നാം നേരത്തെ കേട്ടതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അസൂയ വെച്ചു എന്ന സംഭവം ഖുർആൻ പറയുമ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് മഹാപാഠമുണ്ട്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. നിങ്ങളിൽ നിന്നിട്ട് ആര് അള്ളാഹുവിനെ ഭയപ്പെടുക, അപ്പോൾ ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം അസൂയ ഇല്ലാതിരിക്കലാണ്. അത് അവിടെ യൂസുഫ് നബി അവരുടെ ജ്യേഷ്ഠന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമുക്കും മക്ക ഇമാം എന്ന് ഊന്നിപ്പറഞ്ഞ സംഭവമാണ് എന്ത്? നമുക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നാമത് ഖദാഇലും ഖദറിലും നല്ല വിശ്വാസം ഉണ്ടാകുക. അല്ല വിധിച്ചതേ എനിക്ക് കിട്ടുള്ളൂ, അല്ല വിധിച്ചതല്ലാതെ എനിക്ക് കിട്ടൂല, അല്ല അവന് വിധിച്ചത് അവന് കിട്ടുള്ളൂ, അതല്ലാതെ അവനും കിട്ടൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചിട്ട് അവന് ലഭിച്ചത് ലഭിച്ചോട്ടെ, അതിൽ കൈകടത്താൻ ഞാൻ പോയിട്ട് കാര്യമില്ല, എൻ്റെ ടൈം വെറുതെ വേസ്റ്റാക്കലാണ്, എൻ്റെ ഹൃദയം വെറുതെ നീരലാണ്, ആ നീരിയിട്ടൊരു പ്രയോജനവുമില്ല എന്ന രൂപത്തിൽ ഒരാൾ ചിന്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ്, അവൻ്റെ ഇസ്ലാം നല്ല രൂപത്തിൽ മുസ്ലിമായി ജീവിക്കണം എന്നതിലേക്കുള്ള തെളിവാണ് ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക. വേസ്റ്റായ ചിന്തയാണത്. എന്താ അയാൾ എന്തിനു എങ്ങനെ ഉയർന്നു, ഇയാൾ എന്തിനു ഉയർന്നു? നീ ജനങ്ങളുടെ കാര്യം കൈയാളാൻ നിന്നെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കാന്നല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പുരോഗതിയിൽ നീ എന്തിനു കൈയിടാൻ പോകുന്നു? അപ്പോൾ തഖ്വ എന്ന അള്ളാഹുമായുള്ള ആ ബന്ധം ക്ലിയറാക്കി അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ച് ഖദാഇലും ഖദറിലും വിശ്വസിച്ച് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങൾക്ക് നൽകുന്ന പ്രത്യേകത. ആ പ്രതിഫലം നൽകി നിന്നെ ഉയർത്തുന്നതും നിന്നെ ഉയർന്ന സ്റ്റേഡിലേക്ക് പൊക്കിക്കൊണ്ടുപോകുന്നതും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഒരാൾ അസൂയ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ രോഗത്തിലൂടെ ചിലപ്പോൾ അവൻ കാരണത്താൽ മറ്റുള്ളവന് കണ്ണേറ് തട്ടും. അത് നാം സത്യവിശ്വാസികൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അതിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചെന്നത്. അതിൽ ഏറ്റവും പ്രകടമായി നമുക്ക് നമ്മുടെ വിഷയം തന്നെ ഉൾക്കൊള്ളുന്ന പദം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ് ചെയ്യുന്ന അസൂയ, ഒരാൾ അസൂയ വെക്കുമ്പോൾ നമ്മളോട് ആ അസൂയ വെക്കുന്ന വ്യക്തി തൊള്ള കൊണ്ട് വല്ലതും പറഞ്ഞു കളയും. നിൻ്റെ കൂടെ നല്ല 1-ാം നമ്പർ വണ്ടിയുണ്ട്, പുതിയ വണ്ടിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ നല്ല വരുമാനമുള്ളതായ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ നീ സമീപിക്കുന്ന സമയത്ത് ബാറക്കല്ലാഹു ഫീക്ക് ഒഫീ വക്കാലത്തിക്, അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ, നിൻ്റെ സൂപ്പർ മാർക്കറ്റിലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, നിൻ്റെ കാറിൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, നിൻ്റെ സന്താനങ്ങൾ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്നീ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത പദമാണത്. നാം അഥവാ സൗദി അറേബ്യയിലേക്കും അറബ് രാഷ്ട്രത്തിലേക്കും വന്നതായ മലയാളികളോടല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് ഇവിടെ വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിലുള്ള പല പദങ്ങളും പ്രയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് സലാം തന്നെ പറഞ്ഞ് പരിചയമില്ലാത്തവരെ 10, 40, 30 കൊല്ലം മുമ്പൊക്കെ ആജിമാർ വന്നാൽ ഞാൻ കാണാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. സലാം പറയുമ്പോൾ കൈ നീട്ടിയാ കൈ നോക്കല ആചാര്യ ഇങ്ങോട്ട്. അപ്പോൾ അവർ പലരും പറഞ്ഞു കൊടുക്കും കൈ നീട്ടും മൗലവി നിങ്ങൾക്ക് സലാം പറയുകയാണെന്ന്. കാരണം കൈ കൊടുത്ത് സലാം പറയാന്നുള്ള സമ്പ്രദായം വരെ പഠിക്കാത്തവരൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാട്സാപ്പ് യുഗവും നെറ്റ് യുഗമൊക്കെ വന്ന ശേഷമാണ് കാര്യങ്ങളൊക്കെ എല്ലാ നാട്ടിലുമുള്ള സമ്പ്രദായങ്ങളും ആചാരങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഇസ്ലാമിലുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി നടപ്പാക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് പരിചയമില്ലാത്തതാണെങ്കിലും നാം പരിചയപ്പെടണം, നാം പഠിക്കണം. എന്തിനാണ്? നമ്മെ
പ്രശ്നം മോചിക്കാനും നാം കാണുന്ന ഈ വ്യക്തിക്ക് അള്ളാഹു നൽകിയതായ ആ അനുഗ്രഹത്തിലൂടെ അള്ളാഹു അവന് ആ അനുഗ്രഹം നിലനിർത്തി കൊണ്ടുപോകുവാനും അതിലൂടെ ഞാൻ കുറ്റവാളിയാവാതിരിക്കുവാനും അവനോട് ബറക്കല്ലാഹു ഫീകി തിജാറത്തിക, അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ, എന്താ നീ ചെയ്തത്, എവിടുന്നാ നീ കാശുണ്ടാക്കിയത്, ഇതൊക്കെ പിന്നെ ചോദിച്ചോളി, പ്രശ്നമില്ല. പക്ഷെ അതിനു മുമ്പ് അവനൊരു പ്രാർത്ഥന, ബർക്കത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന പറഞ്ഞ ശേഷമല്ലാതെ നാം സംസാരിക്കുമ്പോൾ അവനിലേക്ക്, അവൻ്റെ ആ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ കാറിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ നിന്റെ ഹൃദയത്തിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ ആ അസൂയ എന്ന ആ മഹാമാരകമായ രോഗം കാരണത്താൽ അവനത് തട്ടും. അതിൻ്റെ പേരാണ് കണ്ണേർ. അൽ ഐനു ഹഖുൻ. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമും അവരുടെ സഹോദരന്മാർ യാഖൂബ് നബി അലൈഹി സ്വലാം അയച്ച സന്ദർഭത്തിൽ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ കൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന വേളയിൽ എല്ലാവരും കൂടി ഒരു വാതിൽ കൂടി കടന്നു കളയരുത് മക്കളെ എന്ന്. എന്താ പറഞ്ഞത്? നിങ്ങൾ വ്യത്യസ്ത വാതിൽ കൂടി കടക്കുക. കാരണം നബിയുടെ മക്കളാണല്ലോ. നബിമാരുടെ മക്കളൊക്കെ അള്ളാഹ് സെലക്ട് ചെയ്യൽ ഏത് നാട്ടിൽ നിന്നിട്ട് നബിമാരെ വലിയ പേരും പെരുമയുമുള്ള കബീലയിൽ നിന്നിട്ടാണ്. അപ്പോൾ യാക്കൂബ് നബി എന്നൊക്കെ പറഞ്ഞ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയല്ലേ. യാക്കൂബ് നബിയുടെ മക്കളൊക്കെ നല്ല ചൊങ്കന്മാരാണ്, നല്ല കൊള്ളുന്നവരാണ്, നല്ല കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്നതായ വളരെ ചുറുചുറുക്കുള്ള യുവാക്കളാണ്. അങ്ങനെയുള്ളവരിങ്ങനെ കൂട്ടത്തോടു കൂടി ഒരു വാപ്പാൻ്റെ മക്കളാണ് ഇവരൊക്കെ എന്ന് ജനങ്ങൾ പറഞ്ഞു കളിയും. അതിലൂടെ അസൂയുണ്ടായി പോകുമെന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കാം എന്ത് ചെയ്തത് യാക്കൂബ് നബി അലൈഹി സ്വലാം നിങ്ങൾ ഒന്നിച്ചിട്ട് കടക്കരുത് എന്ന് പറയാൻ കാരണം അത് അള്ളാഹു അവർക്ക് പഠിപ്പിച്ച ഇൽമിലൂടെ അവർ പറഞ്ഞതാണ്. അതേ സമയത്ത് ആ പറച്ചൽ കൊണ്ട് അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാവുമോ ഇല്ലേ എന്നത് വേറെ വിഷയം. എങ്കിലും അങ്ങനെ അവർ പറഞ്ഞു എന്ന് അള്ളാഹ് സ്ഥാപിക്കുന്നു ഖുർആനിലൂടെ. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, അസൂയ എന്നത് നബിമാരൊക്കെ പണ്ട് പഠിച്ചു വന്നതായ ഒരു മാരകമായ രോഗമാണ്. അള്ളാഹു സ്ഥിരീകരിച്ച ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണമേ റബ്ബേ എന്ന് നീ പ്രാർത്ഥിക്കണം. ഖുർആനിൽ പഠിപ്പിക്കുന്നു പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ അതിലുള്ള ദ്രോഹം ഉണ്ടാവുകയില്ല. പക്ഷേ ദ്രോഹമില്ലാതിരിക്കാൻ റസൂൽ പഠിപ്പിച്ച മാധ്യമമാണ് എപ്പോഴും നാം ഇപ്പറഞ്ഞ സൂറത്തുകൾ ഓതിക്കൊണ്ടിരിക്കുക. എവിടെ പ്രത്യേകിച്ച് റസൂൽ പഠിപ്പിച്ച സന്ദർഭത്തിൽ അതെവിടെയാണ്? എല്ലാ നമസ്കാര ശേഷം പ്രത്യേകിച്ച് ചില റിപ്പോർട്ടുകളിൽ മഗ്രിബിൻ്റെയും സുബഹിൻ്റെയും ശേഷമാണെങ്കിൽ 3 പ്രാവശ്യം ഓതുക. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസി. മനസ്സിലായില്ലേ? ഇത് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഊതിയിട്ട് ശരീരത്തിലേക്ക് തടവുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഈ സഹീഹായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. നമുക്കെന്തേ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി റസൂൽ പഠിപ്പിക്കുകയല്ലേ. അത് നാം ചെയ്താൽ നമുക്ക് ഫലമുണ്ട്. അതുകൊണ്ട് നാം മറ്റുള്ളവരുടെ അസൂയക്കാരുടെ അസൂയ തട്ടാതിരിക്കാൻ പഠിപ്പിച്ച ശൈലി ഉപയോഗിക്കുക. എന്നല്ലാതെ ബുദ്ധിക്ക് യോജിച്ചില്ലേ എന്ന് നോക്കിയിട്ട് യോജിക്കാത്ത തള്ളാം, യോജിച്ച് സ്വീകരിക്കാം എന്ന ചിന്താഗതി അത് ബുദ്ധിയില്ലാത്തവരുണ്ടാക്കുന്ന ചിന്താഗതിയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. അതേസമയത്ത് യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയുരിദിക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വല്ല ദ്രോഹം വരണമെന്ന് നിനക്കൊരു രോഗം വരണമെന്ന് തീരുമാനിച്ചു. എന്നാൽ അത് അള്ളാഹു അല്ലാതെ ആ രോഗം മാറ്റാൻ സാധിക്കുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല. ഖുർആൻ പറയാണ് ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹു അല്ലാതെ നിനക്ക് തട്ടിയതായ അപകടം, രോഗം, ആക്സിഡന്റ്, പ്രയാസം, കടം എന്തെല്ലാം നിന്നെ പ്രയാസപ്പെടുത്തി അത് നിന്നിട്ട് മാറണമെങ്കിൽ അള്ളാഹ് തന്നെ മാറ്റണം. അതുപോലെ തന്നെ വയുരിദിക ബിഖൈറിൻ, നിനക്കൊരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലാ റാദ്ദ ലിഫദ്ലി, അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിന്നെ തടയാൻ ലോകത്തിന് സാധിക്കുന്നതല്ല. ആ തത്വമാണ് ചെറിയ കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, മകനെ ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ 10-12 വയസ്സുള്ള കുട്ടിയുടെ തോളിൽ ഈ മദീനത്തെ പള്ളിയിൽ കൈവച്ചിട്ട് റസൂൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. എന്താണത്? കുട്ടിയെ, ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ നന്മ നിനക്ക് എത്തുക തന്നെ ഇല്ല. ഏതുവരെ? അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. ലോകം മുഴുവനും ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ തിന്മ നിനക്ക് തട്ടുന്നതല്ല, അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അതുകൊണ്ട് ഈ തത്വം, ഈ തൗഹീദ് അത് നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സിലാക്കി ഇസ്ലാം പഠിപ്പിച്ച ശൈലിയുണ്ടല്ലോ, അതേത് അസൂയ തട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായ മാർഗങ്ങൾ കൈക്കൊള്ളുക എന്നതാണ്. അത് നാം കൈക്കൊള്ളുകയും ചെയ്യുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരവസരത്തിൽ വന്നിട്ട് ചോദിച്ചു, ഇഷ്തഖൈത, നിങ്ങൾക്ക് രോഗം പിടിപെട്ടോ? റസൂലുള്ളാഹി രോഗിയായ സന്ദർഭമാണ്.
അപ്പോൾ മഹാനായ റസൂൽ പറയുകയുണ്ടായി, അതെ, എനിക്ക് രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക്. ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിക്കുകയാണ് ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എപ്പോൾ? അവർക്ക് രോഗം പിടിപെട്ട സന്ദർഭത്തിൽ. എന്തിനാണ്? നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ്. നാം ആ രൂപത്തിൽ നമുക്ക് രോഗം പിടിപെട്ടാൽ നാം പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ റുഖിയ നടത്തുന്നു. റുഖിയ ശർഇയ്യയാണിത്, അഥവാ ഇസ്ലാം അംഗീകരിച്ചതായ മന്ത്രമാണ് പറയുന്നത്. പ്രാർത്ഥന അതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മന്ത്രത്തിൻ്റെ ഹദീസുകളൊക്കെ പറഞ്ഞ സ്ഥലത്ത് ബാബു ദുആ, പ്രാർത്ഥനകളുടെ ബാബ് നാം പരിവെച്ചത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ് സാലിഹീനിൽ പരിശോധിച്ചാൽ കാണാം. മനസ്സിലായില്ലേ? അത് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. അതാണ് ജിബ്രീൽ ബിസ്മില്ലാ, അള്ളാഹിന്റെ നാമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു, മിൻ കുല്ലി ഷൈഇൻ യുദീക്, നിങ്ങൾക്ക് തട്ടിയ സർവ്വ ഇടങ്ങേറുകളെ അള്ളാഹ് ദൂരപ്പെടുത്തട്ടെ, മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക്, ഏത് നഫ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് വരുന്ന ദൂഷ്യങ്ങളെ, ഏത് ഹസദ് വെക്കുന്ന അസൂയ വെക്കുന്ന വ്യക്തിയുടെ കണ്ണേറിൽ നിന്നിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതായ അപകടത്തെ അള്ളാഹ് ദൂരപ്പെടുത്തട്ടെ. ഹദീസ് എവിടെയാണ്? പെട്ടെന്ന് മനസ്സിലാവാൻ 2186 സഹീഹ് മുസ്ലിമിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച കൂട്ടത്തിൽ ജിബ്രീൽ റസൂലുള്ളാഹിക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് ചൊല്ലിയതായ പ്രാർത്ഥന നമുക്കും വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാം. അം തഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഫضൽ നിന്നിട്ട് അള്ളാഹു ജനങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ എന്തിനാണ് അസൂയ വെക്കുന്നത് എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തിയുള്ള ചോദ്യമാണ് എന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞ ഭാഗത്തിൽ പെട്ടതും കൂടിയാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഹക്കമൻ ആദില, ഇവിടെ നീതിമാനായ നേതാവായി ഭരണം നടത്താൻ വേണ്ടി ദൂതനായിട്ടല്ല, നബിയായിട്ടല്ല, നമ്മുടെ നബിയായ മുഹമ്മദ് നബി കൊണ്ടുവന്നതായ മതത്തെ, ആ മതം ജനങ്ങൾ നടപ്പാക്കാത്ത കാലഘട്ടമാകുന്ന അവസാന കാലഘട്ടത്തിൽ ഈസ നബി അലൈഹി സ്വലാം 4-ാം ആകാശത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം ഇവിടെ നീതിമാനായ നേതാവായി ഭരിക്കും. ആ ഭരിക്കുന്ന സന്ദർഭത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ റസൂൽ എണ്ണുകയാണ്, ഫലയക്സിറന്ന സലീബ്, അദ്ദേഹം സലീബിനെ തകർത്തും. അത് സലീബ് എന്ന് പറഞ്ഞാൽ കുരിശിനെ തകർത്തും. ഒലയക്തുലന്നൽ ഖിൻസീർ, അദ്ദേഹം പന്നികളെ വധിക്കുകയും ചെയ്യും. ഒലയളഅന്നൽ ജിസിയ എന്ന് പറഞ്ഞാൽ ചുങ്കം കൊടുക്കുക, ഗവൺമെൻറ്റിന് കൊടുക്കുന്നതായ അത് വേണ്ട, ക്യാൻസൽ ആക്കുകയും ചെയ്യും. ഒല തുതുറക്കന്നൽ ഖലാസ്, ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒട്ടകമാകുന്ന ഒട്ടകത്തിൽ യുവതികളായ, അതാണ് ഖലാസ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഏറ്റവും നല്ല സമ്പത്ത് വരേക്കും അന്ന് ഉപേക്ഷിക്കുന്ന കാലഘട്ടമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വിഷയമാകുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ അസൂയ ഉണ്ടാകുന്നതല്ല, ആരും ആരോടും അസൂയ കാട്ടുന്നതല്ല. എല്ലാവർക്കും വേണ്ടത്രയുണ്ട്, എല്ലാവർക്കും ആവശ്യമുള്ളതുണ്ട്, എല്ലാവരും അങ്ങുമിങ്ങും സഹോദര ബന്ധത്തിൽ ജീവിക്കുന്നവരായിരിക്കും, എല്ലാവരും എല്ലാവരെയും അങ്ങുമിങ്ങും സ്നേഹിക്കുന്നവരായിരിക്കും. അങ്ങനെ നല്ല ചുറ്റുപാട് വേറെ ഹദീസുകളിൽ കാണുന്നു. മരിച്ചവരൊക്കെ ആഗ്രഹിച്ചു പോകുമെന്ന് ജീവിച്ചു കിട്ടിയ അത്രക്കേടില്ല. ആ കാലഘട്ടത്തിൽ അത്രയും സുന്ദരമായ ജീവിതമായിരിക്കും മഹാനായ ഈസ നബി അലൈഹി സ്വലാം ഭരണം നടത്തുന്നതായ കാലഘട്ടം അവസാനം. അതുപോലെ തന്നെ ജനങ്ങൾ സമ്പത്തിനെ ഉപേക്ഷിക്കുന്നതാണ്. ഫലാ യഖ്ബലുഹു അഹദ്, ആർക്കും അന്ന് സമ്പത്ത് കൊടുത്താൽ വാങ്ങൂല, ആർക്കും വേണ്ട. അങ്ങനെയുള്ള കാലഘട്ടം അവസാന കാലഘട്ടത്തിൽ വരികയാണ്. ആ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇല്ലാതെയാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നമ്മുടെ വിഷയമാകുന്ന അസൂയ. അപ്പോൾ നല്ല കാലഘട്ടം ലോകത്തിലുണ്ടാവാൻ അനിവാര്യമായ ഒരു ഭാഗമാണ് എന്ത്? പരസ്പരം അസൂയില്ലാതിരിക്കുക, അസൂയ വെക്കാതിരിക്കുക എന്ന് ആ ഹദീസ് നമുക്ക് പാഠം പഠിപ്പിക്കുന്നു. ഇത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്. ഇനി മദീനയിലേക്ക് വരാം. വിശുദ്ധ മസ്ജിദ് നബവിയിൽ നിങ്ങൾ ഡോക്ടർ ഹുസൈൻ ആൽ ഷേഖിൽ നിന്നിട്ട് കേട്ടതായ ഖുതുബയിൽ അദ്ദേഹം സംസാരിച്ചത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പൊതു സമ്പത്തുകളുമായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനോട് എങ്ങനെയാണ് നാം ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്നതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്. നാം എവിടെയെങ്കിലും പോയാൽ പൊതു സ്വത്തുക്കൾ ഇവിടെ ധാരാളമുണ്ട്.
അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്വത്തുക്കളാണ്. ഏത് നാട്ടിലായിരുന്നാലും വിരോധമില്ല. അതാർക്ക് വേണ്ടിയാണ് അവിടെ വെക്കപ്പെട്ടത്? അത് ചവറ്റ കൊട്ടയായിരുന്നാലും വിരോധമില്ല, ഇലക്ട്രിക്കിൻ്റെ തൂണായിരുന്നാലും വിരോധമില്ല, ട്രാഫിക്കിൻ്റെ പ്രത്യേക അടയാളങ്ങളായിരുന്നാലും വിരോധമില്ല. ജനങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടി വെക്കുന്ന പള്ളി അതിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? പൊതുവെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട, സൂക്ഷിക്കേണ്ട, അതിനെ നഷ്ടപ്പെടുത്താതിരിക്കേണ്ട, അതിനെ നശിപ്പിക്കാതിരിക്കേണ്ട ബാധ്യത എല്ലാവരുടെയും ബാധ്യതയാണ്. അതിൽ കൈ കടത്താൻ പാടുള്ളതുമല്ല, അതിനെ നഷ്ടപ്പെടുത്താനും പാടുള്ളതല്ല. അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും വേണം. മനസ്സിലായില്ലേ? അത് മൊത്തത്തിൽ പൊതുവെ നാം ഇടപെടേണ്ട രൂപം അങ്ങനെയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായ സർവ്വ സാധനങ്ങൾ അത് എല്ലാവരുടെയുമാണ്. മുഷാ എന്ന് പറയാം അറബി ഭാഷയിൽ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ്. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളൊക്കെ ചുറ്റാനും കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതായ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ സാധനങ്ങളൊക്കെ ചില കുട്ടികളൊക്കെ തകർത്തും തരിപ്പണമാക്കും, അതിനെ വിടക്കാക്കും. അപ്പോൾ നാം അതിനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം, കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകണം. അത് പൊളിക്കാൻ പാടില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്, മറ്റുള്ളവർ ഉപയോഗിക്കാനുള്ളതാണ്, അത് നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അക്കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഇമാം അവരുടെ ഖുതുബയെ തുടക്കത്തിൽ പറഞ്ഞതായ പോയിന്റാണ് എന്ത്? നാം ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ആ ഉദ്യോഗസ്ഥനാകുന്ന വേളയിൽ നമ്മളിൽ അർപ്പിക്കപ്പെട്ട ബാധ്യതയിൽ നാം വീഴ്ച വരുത്താൻ പാടില്ല. വീഴ്ച വരുത്തുമ്പോൾ നാം പച്ച കള്ളന്മാരാണ്. കള്ളൻ കക്കല്. നാം ഇപ്പോൾ ഒരാളുടെ പെട്ടിയിൽ നിന്നിട്ട് അറിയാതെ കാശെടുക്കുക എന്നത് മാത്രമല്ല കളവ്. നമ്മളിൽ അർപ്പിക്കപ്പെട്ടതായ ബാധ്യതയിൽ നമ്മൾ അർപ്പിച്ച വ്യക്തി അറിയാതെ, നമ്മുടെ കഫീൽ അറിയാതെ, നമ്മുടെ യജമാനൻ അറിയാതെ, നമ്മുടെ മേലുദ്യോഗസ്ഥൻ അറിയാതെ, അല്ലെങ്കിൽ നാം പ്രവർത്തിക്കുന്നതായ ഗവൺമെൻറ് അറിയാതെ നാം അതിൽ കരിഞ്ചന്ത വരുത്തുകയാണെങ്കിൽ, നാം അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, നാം അതിൽ തട്ടിപ്പ് വരുത്തുകയാണെങ്കിൽ അത് കള്ളമാണ്. കളവ് പറയലല്ല, കക്കലാണത്. അത് ശരിക്ക് നീ ചൂഷണം ചെയ്യലാണ്. നിനക്ക് ഹലാലല്ലാത്ത സമ്പത്ത് നീ തിന്നലാണ്. മനസ്സിലായില്ലേ? അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി എന്ന അർത്ഥം കുറിക്കുന്ന ഹദീസ് അദ്ദേഹം ഓതുകയുണ്ടായി. അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏത് മാംസം വളരുന്നത് അത് അള്ളാഹു വിരോധിച്ച ഹറാമാക്കിയതായ സമ്പത്തിലൂടെയാണെങ്കിൽ ആ ശരീരം നരകത്തിൽ പോകൽ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ സമ്പത്ത് നമ്മെ തീറ്റിപ്പിക്കാതിരിക്കാനും നമ്മുടെ കുട്ടികളെ തീറ്റിപ്പിക്കാതിരിക്കാനും, അപ്പോൾ നമ്മളെ കുട്ടികളെ തീറ്റിപ്പിക്കുമ്പോൾ ഇമാം പറഞ്ഞൊരു പോയിന്റുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. എന്ത്? നാം നമ്മുടെ കുട്ടികളെ ഹറാമ് തീറ്റിപ്പിക്കുമ്പോൾ നമുക്ക് വഴിപ്പെടൂല അവര്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല ചിലപ്പോൾ, നമ്മുടെ കുട്ടികൾ നമ്മുടെ വാക്ക് പാലിക്കൂല ചിലപ്പോൾ. എന്താ കാരണം? നാം അവർക്ക് ഹറാമ് തീറ്റുന്നുണ്ടായിരിക്കും. ഹറാമ് തീറ്റുമ്പോൾ ഹറാമ് തിന്നുന്ന കുട്ടികൾ നമുക്ക് വഴങ്ങൂല. കാരണം നീ റബ്ബിന് വഴങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാ കുട്ടികൾ നിനക്ക് വഴങ്ങുക? മനസ്സിലായില്ലേ? അപ്പോൾ അതുകൂടി ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ഒരു പോയിന്റിൽ പെട്ടതാണ്. അപ്പോൾ നാം നമ്മുടെ കസ്റ്റഡിയിലുള്ള, അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും ആരാണെങ്കിലും കസ്റ്റഡിയിലുള്ളതായ ബാധ്യത ശരിക്കും നിർവഹിക്കാതെ അതിൽ തട്ടിപ്പ് വരുത്താണെങ്കിൽ, അതിൽ വെട്ടിപ്പ് വരുത്താണെങ്കിൽ, അതിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തെറ്റാണ്, പാപമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഒരു നബിയും ഇവിടെ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? തട്ടിപ്പാണ്. തട്ടിപ്പ് അഥവാ ഗവൺമെൻറ് ഏൽപ്പിച്ച സാധനത്തെ അവൻ സ്വന്തം സാധനം പോലെ ഉപയോഗിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകുമ്പോൾ പൊതുജനങ്ങളുടെ സാധനമാണത്, സ്വയം ഉപയോഗിക്കാനുള്ളതല്ല. സ്വയം ഉപയോഗിക്കാൻ അവിടെ അവന് മാത്രം നൽകിയ ടിഷ്യൂ പേപ്പർ ഉണ്ട്, അത് ഉപയോഗിച്ചു. അവിടെ ഹമ്മാമും മറാഹിലൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഉപയോഗിച്ചു. മനസ്സിലായി? നീ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം, അല്ലാതെ നീ ജോലി ചെയ്യുന്ന സമയത്തല്ലാതെ നിന്റെ കയ്യിൽ താക്കോലുള്ളത് കൊണ്ട് നീ ആ ഓഫീസിലേക്ക് ആജിമാരെയോ ഉമറക്കാരെയോ അല്ലെങ്കിൽ സന്ദർശകരെയും കൊണ്ടിട്ടത് ഉപയോഗിക്കലല്ല. അത് ഹറാമാണ്, അത് നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല. നിനക്ക് അനുവദിക്കപ്പെട്ടത് അവിടെയുള്ള സാധനങ്ങൾ എപ്പോഴാണ്? നീ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ടൈമിൽ തന്നെ ജോലി ചെയ്യാതിരിക്കുക, ജോലി ചെയ്യുന്ന സമയത്തിൽ വീഴ്ച വരുത്തുക, ജോലിയെ പിന്തിപ്പിക്കുക, മറ്റുള്ളവരുടെ മുആമലകളെയൊക്കെ പിന്തിപ്പിക്കുക, അതൊക്കെ ഈ കാര്യത്തിൽ ഈ പച്ചക്കളവ് നടത്തുന്ന ഇനത്തിൽ പെട്ടതാണെന്നാണ് മദീന ഇമാം ഓന്നി പറഞ്ഞത്. ആയത്തിൻ്റെയും ഹദീസിൻ്റെയും സഹായത്തോടു കൂടി നബിമാരത് കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഖൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാട്ടം
കണ്ടപ്പോൾ അദ്ദേഹം സ്വർഗവാസിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റാണ്. അദ്ദേഹം ഷഹീദായി മരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ശംലത്ത് കട്ടിട്ടുണ്ട്. ഒരു ശംലത്ത് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ വില്ലോ അമ്പോ കട്ടെടുത്തതാണ്, അവരുടെ അവകാശത്തിൽപ്പെട്ടതല്ല. ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്ന വേളയിൽ യുദ്ധം കഴിഞ്ഞാൽ നേതൃത്വത്തിന് കമാൻഡർക്ക് സമർപ്പിക്കപ്പെട്ട ശേഷം ഓരോ വ്യക്തികൾക്കും നൽകേണ്ട ഓഹരികൾ നൽകപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് സാധനമായി മാറുക. എല്ലാ സന്ദർഭത്തിൽ അദ്ദേഹം കട്ടെടുക്കൽ അത് കളവാണ്. അതാണ് ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങ് അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ആമിൽ വന്നിട്ട്, ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ബൈത്തുൽ മാലിലേക്കുള്ളതാണ്, പക്ഷേ ഇത് എനിക്കുള്ളതാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, നീ നിന്റെ വീട്ടിലിരുന്നാൽ നിനക്കത് കിട്ടുമോ എന്ന്? നീ എൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിലല്ലേ നിനക്ക് കിട്ടിയത്. അതേസമയത്ത് നിന്റെ വീട്ടിലിരുന്നാൽ, നീ നിന്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും നിനക്ക് ഹദിയ കൊണ്ടു തരുമോ? അപ്പോൾ ആ ഹദിയ നിനക്ക് നീ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ്? നീ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് എന്ന കാരണത്താലാണ്. അപ്പോൾ നീ ഉദ്യോഗസ്ഥനാകുന്ന വേളയിൽ നിനക്ക് കിട്ടുന്ന ഹദിയ, ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട ഹദിയ, നിന്റെ മുആമല മുന്തിക്കാൻ, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ, നിന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ നിനക്ക് അദ്ദേഹം തന്ന കൈക്കൂലിയാണത്. മനസ്സിലായില്ലേ? അത് നിനക്ക് ഹറാമാണ്, നീ തിന്നാൻ പാടുള്ളതല്ല. നിന്റെ വാപ്പാൻ്റെ വീട്ടിലിരുന്നാൽ നിനക്കത് കിട്ടുമോ എന്ന റസൂലുള്ള ചോദ്യം. നിന്റെ വാപ്പാൻ്റെ വീട്ടിൽ നീ ഇരുന്നാൽ നിനക്കത് കിട്ടുമോ? ഇല്ല. കിട്ടിയത് എൻ്റെ ഓഫീസിൽ ഇരുന്നപ്പോഴാണ്, എൻ്റെ കസ്റ്റഡിയിലുള്ളതായ ഓഫീസിൽ ഇരുന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് നിനക്ക് അനുവാദമുള്ളതല്ല, അത് ബൈത്തുൽ മാലിൻ്റെ സാധനമാണ്, പൊതുസ്വത്താണ് എന്നർത്ഥം. അങ്ങനെ പൊതുസ്വത്തായ കാര്യങ്ങളൊക്കെ അതേ രൂപത്തിൽ അമാനത്ത്, സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം ജോലി ചെയ്യുന്ന വേലക്കാരൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ജോലി ചെയ്യേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരവസരത്തിൽ ഞാനൊരു ബക്കാലയിലേക്ക് പോയപ്പോൾ, എൻ്റെ പഴയ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരെയാണ്, സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ ഒരാൾ എനിക്കൊരു ബിപ്സിക്കോലയോ മറ്റോ ആ സന്ദർഭത്തിൽ സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം കടലാസ് എടുത്ത് ഞാൻ ചോദിച്ചു, എന്താ എഴുതുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെതല്ല, ഇത് കഫീലിൻ്റെതാണല്ലോ, പക്ഷേ മാസത്തിൻ്റെ അവസാനത്തിൽ കഫീൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതായ ബിപ്സിക്കോല ഞാൻ എഴുതിയതാണെന്ന് മൂപ്പർ പറഞ്ഞു. വളരെ ഇഷ്ടപ്പെട്ടു എനിക്കത് കേട്ടപ്പോൾ. ക്ലാസ് കേൾക്കുന്ന വ്യക്തിയാണ് എങ്കിലും അത് അങ്ങനെയാണ് വേണ്ടത്. അതായത് ആ ബക്കാലയിലുള്ളത് അദ്ദേഹം അഥവാ പൊതുവേ നിനക്ക് വിശപ്പ് വരുമ്പോൾ നിൻ്റെ വിശപ്പ് തീർക്കാനുള്ള തിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്ന. അല്ലാത്ത പക്ഷം നിന്റെ ഇഷ്ടാനുസരണം കഫീലിൻ്റെ, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ തന്നെയാണെങ്കിൽ അങ്ങും ഇങ്ങും എന്ത് വേണം? പരസ്പരം ഇന്നതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുവാദം ചോദിക്കാത്ത വാങ്ങാം, കൊടുക്കാം, തരാമെന്നൊക്കെ അങ്ങും ഇങ്ങും നീക്കുപോക്ക് നടത്തുന്ന രൂപത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലല്ലാതെ പാർട്ട്ണർ അറിയാത്ത രൂപത്തിൽ നാം ഒന്നും എടുക്കാൻ പാടുള്ളതല്ല ഒരു ബിസിനസ്സിൽ നിന്നിട്ട് എന്ന് അർത്ഥം. അപ്പോൾ അവിടെയെല്ലാം അമാനത്ത്, സൂക്ഷ്മത പാലിക്കുക എന്ന ബാധ്യത നിർവഹിക്കുന്നതിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നാണ് മദീന ഇമാം എന്ന് ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഭാഗമാണ്. ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ചർച്ച ചെയ്തതായ ഭാഗങ്ങൾ, അതിൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ പകർത്തി അള്ളാഹുവിൻ്റെ പ്രീതികരമാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികൾക്ക് ലോകത്തിലെ നാനാത്തുറുകൾ അനുഭവിക്കേണ്ടി വരുന്നതായ എല്ലാ പ്രയാസങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് ദൂരപ്പെടുത്തട്ടെ. അവർക്ക് ഇസ്ലാമിലേക്കും സത്യത്തിലേക്കും തൗഹീദിലേക്കും ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശത്തിലേക്കും മടങ്ങാനുള്ളതായ ഒരു വഴികാട്ടിയായത് മാറ്റട്ടെ. ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഷ്ടപ്പെട്ടതായ ദാസന്മാരായ ദാസികളായ ഭാവിയിൽ ജീവിക്കാൻ, സത്യപ്രതിജ്ഞ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ മുമ്പിൽ വന്നതായ പ്രയാസങ്ങൾ, മല പോലെ വരുന്ന പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കി അള്ളാഹു മാറ്റട്ടെ. അതുപോലെ നമുക്കുമുള്ളതായ സർവ്വ പ്രയാസങ്ങളെ, സർവ്വ പ്രശ്നങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് തരുമാറാകട്ടെ. പ്രയാസങ്ങളെ ദൂരപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആക്സിഡൻറ്റിൽ പെട്ടുകൊണ്ട് അപകടത്തിൽ കിടക്കുന്ന അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ ക്യാൻസർ രോഗം പിടിപെട്ടുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നാം മനസ്സിലാക്കുന്നില്ല, ഞാനടക്കമുള്ള നാം മനസ്സിലാക്കുന്നില്ല. ചിലവരൊക്കെ ഫോൺ ചെയ്ത് പറയുമ്പോൾ, വാട്സാപ്പിൽ പറയുമ്പോൾ, ഒന്ന് മദീനത്തിൽ നിന്നിട്ട് എന്നെ ഓർത്താ മദീന പറയാം. കാരണം മദീനയിലുള്ള സമയത്ത് ഒരു മനുഷ്യനെ ഓർത്തുകൊണ്ട് അള്ളാഹുനോട് ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ, ഇന്ന ആൾ രോഗം ശിഫയാക്കണം റബ്ബേ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കാൻ നമുക്കറിയുന്നില്ല. നമ്മ ഇവിടെ മുഴുങ്ങാണ് അനുഗ്രഹത്തിൽ, നമ്മുടെ നീന്ത
ഇതാണ് അനുഗ്രഹത്തിൽ. പക്ഷെ അത് നമുക്കറിയുന്നില്ല. പക്ഷെ ദൂരെയുള്ളവർക്ക് അറിയുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്നവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പറ്റുന്ന നാട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്. അവർക്ക് ധാരാളം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറയപ്പെടുന്ന ഈ നാട്ടിൽ, ഈ സ്ഥലത്ത്, ഈ വിശുദ്ധ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, അവരുടെ മാരകമായ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ നാഥ, സുഖപ്പെടുത്തണേ നാഥ, സുഖപ്പെടുത്തണേ നാഥ. ആക്സിഡന്റിൽ പെട്ടുപോയതായ സുഹൃത്തുക്കളുടെ ആ രോഗത്തെ സുഖപ്പെടുത്തി അവർക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഭാവിയിൽ ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് സേവിക്കാനുള്ള നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നൽകണേ രക്ഷിതാവേ. ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബക്കാർക്കും എല്ലാം അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പ്രയാസങ്ങൾ ദൂരപ്പെടുത്തുകയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വദിൽ الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكاما وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمرهم يا قهار وأهلكهم يا جبار. اللهم انصر من نصر الدين. اللهم اخذل من خذل الدين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم، ونسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم صل على محمد وعلى آل محمد. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.